Warm welcome to all of you to Savinus Maths Plus. Good morning dear students. എല്ലാവർക്കും +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ഫംഗ്ഷൻ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന്. അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് നേരെ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതൊരു ഫംഗ്ഷനാണ്. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ. 1 സ്ക്വയർ എന്നാൽ 1. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. എക്സ് ഈക്വൽ 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 3 സ്ക്വയർ, ദാറ്റ് ഈസ് 9. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സിന്റെ വില 3 ആവുമ്പോൾ ഫംഗ്ഷന്റെ വില 9 ആണ് എന്നുള്ളത് നമ്മൾ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 9 എഴുതാം. എക്സിന്റെ വില 3 ആവുമ്പോൾ ഫംഗ്ഷന്റെ വില 9 ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മാത്തമാറ്റിക്സിൽ എങ്ങനെ എഴുതാം? എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ നമ്മളൊരു വേറൊരു കൺസെപ്റ്റ് ആണ്. എക്സിന്റെ വില 3നോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തിലേക്ക് അടുക്കുന്നു? 9ലേക്ക് അടുക്കുന്നു. നമുക്കറിയാം എക്സിന്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില ഏത് വാല്യൂവിലേക്ക് അടുക്കുന്നത്? 9ലേക്കാണ് അടുക്കുന്നത്. അത് നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. ഇതിന്റെ മീനിങ് എന്താ? എക്സിന്റെ വില 3ലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തിലേക്ക് അടുക്കുന്നു? 9ലേക്ക് അടുക്കുന്നു. അപ്പൊ എക്സിന്റെ വില 3നോട് അടുത്തായിരിക്കുമ്പോൾ ഫംഗ്ഷന്റെ വില ഏതിനോട് അടുത്തായിരിക്കും? 9നോട് അടുത്തായിരിക്കും. അതാണ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ വില എയോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില ഏതിനോട് അടുക്കുന്നു? എൽ എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് അടുക്കുന്നു. എക്സിന്റെ വില എ ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എൽ ആവുന്നത് എൽ ആണെന്ന് ഒരിക്കലും ഇതിനർത്ഥമല്ല. അതിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? എക്സിന്റെ വില എയോട് അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തിലേക്ക് അടുക്കുന്നു? എൽ എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് അടുക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഈസ് എൽ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എക്സിന്റെ വില എയോട് അടുക്കുക എന്ന് പറഞ്ഞില്ലേ? എക്സിന്റെ വില എയോട് അടുക്കുക എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ ഒരു ഡയഗ്രാം ഇത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ്. എക്സിന്റെ വില എയോട് അടുക്കുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില എയോട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ അടുക്കാം. അതിന് നമ്മൾ എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് എഴുതാം. എക്സിന്റെ വില എയോട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ എടുത്തിട്ട് എയോട് വളരെ അടുത്തെത്തുന്നു. അപ്പൊ എയോട് വളരെ അടുത്തായിരിക്കും, പക്ഷേ എയേക്കാൾ കുറച്ച് കുറവായിരിക്കും. എയുടെ ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ എയേക്കാൾ കുറവല്ലേ? അപ്പൊ അതുകൊണ്ട് എയേക്കാൾ കുറച്ച് കുറവായതുകൊണ്ട് എക്സ് ടെൻസ് ടു എ മൈനസ് എഴുതാം. അപ്പൊ നമുക്ക് എക്സിന്റെ വില എയോട് എയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തിലേക്ക് അടുക്കുന്നത്? എച്ച് എന്ന് പറഞ്ഞൊരു വാല്യൂവിലേക്ക് അടുക്കുന്നത്. ഈ വാല്യൂ എന്താണ്? എച്ച് എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് അടുക്കുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയാം. ഇനി എക്സിന്റെ വില എയോട് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയും അടുക്കാം അല്ലേ? എക്സിന്റെ വില എയോട് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ എടുക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും എഴുതാം? എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ എക്സിന്റെ വില എയോട് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ അടുത്തിട്ട് എക്സ് എയോട് വളരെ അടുത്തെത്തിയാൽ എക്സിന്റെ വില എയോട് വളരെ അടുത്തായിരിക്കും, പക്ഷേ എയേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. കാരണം എയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതൊക്കെ എയേക്കാൾ കൂടുതലുള്ള വാല്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് എയേക്കാൾ കുറച്ച് കൂടുതലായതുകൊണ്ട് എക്സ് ടെൻസ് ടു എ പ്ലസ്. അപ്പൊ നമുക്ക് എക്സിന്റെ വില എയോട് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വന്ന് 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 എച്ചിലേക്ക് തന്നെയാണ് അടുക്കുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ഇവിടെ എല്ലല്ല എച്ച് ആണ്. എക്സിന്റെ വില എയോട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ അടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എച്ചിലേക്ക് അടുക്കുന്നത്. എക്സിന്റെ വില എയോട് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ അടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എന്ത് തന്നെയാണ്? എച്ച് തന്നെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുള്ളൂ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. So limit x tends to a f of x exists if and only if limit x tends to a minus f of x is equal to limit x tends to a plus f of x. That means if LHL is equal to RHL at x equal to a, then limit x tends to a f of x exists.
അപ്പോൾ x ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷന് എന്തുണ്ടെന്ന് പറയാം, ലിമിറ്റ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും എച്ച് ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എച്ച് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറയാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറയാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും എച്ച് ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എച്ച് ആണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എച്ച് ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്, എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ലിമിറ്റ് എച്ച് ആയിരിക്കും. ഇത് രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷന് ആ പോയിന്റിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ. ഇവിടെ നമുക്ക് എക്സ് എയോട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ അടുക്കുന്നു. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഏതിലേക്ക് അടുക്കുന്നത്, എച്ചിലേക്കാണ് അടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച്. എയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എച്ചിലേക്ക് എടുക്കും. എക്സിന്റെ വില എയോട് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ എടുക്കുമ്പോഴോ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ വന്നിട്ട് കെ എന്ന് പറഞ്ഞ വേറൊരു വാല്യൂയിലേക്ക് എടുക്കുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ്, കെ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എച്ച് ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ്, കെ ആണ്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തല്ല, ഈക്വൽ അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ എച്ച് ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്താണ്, കെ ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല, എച്ചും കെയും സെയിം അല്ല. അപ്പൊ എച്ചും കെയും ഈക്വൽ അല്ലാതുകൊണ്ട് ഇവിടെ ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഈ ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു എയിൽ എന്ത് ഇല്ല, ലിമിറ്റ് ഇല്ല, അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് എന്തായാലും ഓർത്തിരിക്കണം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആവണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും രണ്ടും എൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താവണം, ഈക്വൽ ആവണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ലിമിറ്റ് ഉള്ളൂ. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണോ നോക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണ്ടേ. എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എൽ എച്ച് എൽ അറ്റ് എക്സ് ഈക്വൽ ടു എ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് എൽ എച്ച് എൽ അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അതെങ്ങനെ കാണുമെന്ന് വെച്ചാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് ആണ്. നമുക്ക് എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ആയതുകൊണ്ട് എഫ് ഓഫ് എ മൈനസ് എച്ച്, എക്സിന് നമ്മൾ എ മൈനസ് എച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എ മൈനസ് എന്നേക്കാൾ കുറവാണ്, അപ്പോൾ എക്സിന് വരാത്ത എ മൈനസ് എച്ച് കൊടുത്തു. അപ്പോൾ എ പ്ലസ് ആകുമ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇവിടെ എ പ്ലസ് ആയതുകൊണ്ട് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് വരും, എ മൈനസ് ആയതുകൊണ്ട് എഫ് ഓഫ് എ മൈനസ് എച്ച് എന്ന് വരും. ഇവിടെ രണ്ടിലും നമ്മൾ എന്താ എഴുതുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് എഴുതാം. എച്ച് ടെൻസ് ടു 0 ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എക്സിന് എ മൈനസ് എച്ച് എന്നാ കൊടുക്കുക, എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച് എന്ന് കൊടുക്കുക. അപ്പൊ എക്സ് എയിലേക്ക് ആവുമ്പോൾ എച്ച് എന്തിലേക്കാവുക, 0ലേക്കാണ് ആവുക. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇതെന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇതെന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇവിടെ എഫ് ഓഫ് എ മൈനസ് എച്ച്, ഇവിടെ എഫ് ഓഫ് എ പ്ലസ് എച്ച്, രണ്ടും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലിമിറ്റിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു 4 സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കണം. ആ 4 സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഈ 4 സ്റ്റാൻഡേർഡ് റിസൾട്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇതിന്റെ മീനിങ് എന്താണ്, ഇവിടെ ഒക്കെ മൈനസ് ആണ് ന്യൂമറേറ്റർ, ഇവിടെ എക്സ് എ. ന്യൂമറേറ്ററിൽ എക്സിന്റെയും എയുടെയും പവർ സെയിം ആണ്, രണ്ടും എൻ ആണ്. എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ. താഴെ രണ്ടിന്റെയും പവർ 1 ആണ്. എക്സ് റൈസ് ടു 1 താഴെ പവർ 1 ആണ്. എക്സ് മൈനസ് എക്സ് റൈസ് ടു 1 മൈനസ് എ റൈസ് ടു 1. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു
x raised to 3 minus 2 raised to 3 by x minus 2. ഇതെന്തായിരിക്കും? ഇതിപ്പോൾ ഏത് ഫോർമുല അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇതിന്റെ വാല്യൂ എന്താ? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. എൻ എത്രയാണ്? 3 ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1. എത്ര വരും? 2 റേസ് ടു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 minus 1 2 അപ്പോൾ 2 square 4 into 3 12. അതുപോലെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ഓഫ് സംതിങ് ഡിവൈഡ് ബൈ ദ സെയിം സംതിങ് ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ ലിമിറ്റ് എക്സ് ഇവിടെ എക്സ് എന്തിലാണെന്ന് മനസ്സിലാക്കണം? റേഡിയൻസിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണം. സൈൻ 2x ബൈ 2x ആണെങ്കിൽ 1 ആയിരിക്കും. സൈൻ 3x ബൈ 3x ആണെങ്കിൽ 1 ആയിരിക്കും. സൈൻ ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ സൈൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ സെയിം എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ഇൻ 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. അതേപോലെ ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. ഇതിന്റെ മീനിങ് എന്താ? ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റേസ് ടു സംതിങ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ള അതേ സംതിങ് is equal to 1. ഇപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റേസ് ടു 2x മൈനസ് 1 ബൈ 2x എന്തായിരിക്കും? 1 ആയിരിക്കും. ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റേസ് ടു 3x മൈനസ് 1 ഇവിടെ 3x ആണെങ്കിൽ ഡിനോമിനേറ്ററിലും 3x വരണം. ഇ റേസ് ടു 3x മൈനസ് 1 ബൈ 3x എന്തായിരിക്കും? 1 ആയിരിക്കും. ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എക്സ് 0ലേക്ക് ആവുമ്പോൾ സൈൻ എക്സ് എന്തിലേക്ക് ആവാം? 0ലേക്ക് ആവാം. അപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്താണ്? 1 ആണ്. ലിമിറ്റ് എക്സ് ഇൻ 0 ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ഇൻ 0 ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ ഈ 1 പ്ലസ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഡിനോമിനേറ്ററിലും വരാം. ലിമിറ്റ് എക്സ് ഇൻ 0 ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ 4 സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ ലിമിറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കാൻ ഉള്ളത്. ഇനി നമുക്ക് ഈ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏറ്റവും അടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് ഫൈൻ ലിമിറ്റ് എക്സ് ഇൻ 0 എഫ് ഓഫ് എക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സ് ഇൻ 0 എഫ് ഓഫ് എക്സ് കാണണം, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ മോഡുലസ് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണുന്നതാണ് നല്ലത്. നമുക്ക് എക്സ് ഈക്വൽ 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താവണം? ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ 0യിൽ നമ്മൾ എന്താ എഴുതാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ഇൻ 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എക്സ് ഇൻ എയിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. എങ്ങനെ എഴുതാം? നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് ആയതുകൊണ്ട് 0 മൈനസ് എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് മൈനസ് എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് മൈനസ് എച്ച്. എഫ് ഓഫ് എക്സ് എന്താണ്? മോഡ് എക്സ് ബൈ എക്സ് ആണ്. എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് 0യോട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ എക്സ് ഒരിക്കലും 0യ്ക്ക് തുല്യം ആവുന്നില്ല, എക്സ് 0യോട് അടുത്താവുന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഒരിക്കലും 0 ആവുന്നില്ല, 0യോട് അടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് 0 അല്ലാത്ത ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 എഫ് ഓഫ് മൈനസ് എച്ച്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എച്ച് കാണണമെങ്കിൽ എക്സിലടുത്തൊക്കെ മൈനസ് എച്ച് കൊടുക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്. എഫ് ഓഫ് മൈനസ് എച്ച് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് മൈനസ് എച്ച് ബൈ മൈനസ് എച്ച്. എക്സിന് പകരമൊക്കെ മൈനസ് എച്ച് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് മൈനസ് എച്ച് എത്രയാണ്? മോഡുലസ് നെഗറ്റീവിന്റെ മോഡുലസ് എടുത്താൽ പോസിറ്റീവ് ആവും. അപ്പോൾ മോഡുലസ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ മൈനസ് എച്ച്. എച്ച് ബൈ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 1 അല്ലേ? എച്ചും ക്യാൻസൽ ആവും, -1. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0 -1 ലിമിറ്റ് എച്ച് ടെൻസ് 0 -1 ലിമിറ്റ് എച്ച് ടെൻസ് 0 -1 എന്ന് പറഞ്ഞാൽ എന്താ? -1. ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു കോൺസ്റ്റന്റ് ആണ് -1, അതിന്റെ ലിമിറ്റ് എന്ത് തന്നെയായിരിക്കും? ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ 0 ഈസ് -1. പിന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 RHL അറ്റ് എക്സ് ഈക്വൽ ടു 0 റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോൾ അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ്? ലിമിറ്റ് എച്ച് ടെൻസ് 0 എന്നാണ് വരിക, എഫ് ഓഫ് 0 പ്ലസ് ആയതുകൊണ്ട് 0 പ്ലസ് എച്ച്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എച്ച്. എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0
ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എച്ച് എന്താണ് മോഡ് എച്ച് ബൈ എച്ച് is equal to limit h tends to 0 mod h എന്താണ് mod h is equal to h h എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ മോഡുലസ് h എന്നിരിക്കും. അപ്പോൾ ലിമിറ്റ് h ഇൻ 0 h ബൈ h എന്നാണ് കിട്ടുക. ലിമിറ്റ് h ഇൻ 0 h ബൈ h. അപ്പോൾ ലിമിറ്റ് h ഇൻ 0 h ബൈ h എന്താണ് 1 ആണ്. ലിമിറ്റ് h ഇൻ 0 1 എന്ന് പറയുന്നത് എന്താണ് ഇവിടെയും കോൺസ്റ്റന്റ് ആണ്. ലിമിറ്റ് h ഇൻ 0 h ബൈ h ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ഇൻ 0 1. ഇവിടെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ലിമിറ്റ് എന്തിനാണ് കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 0 ഈസ് -1 ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 0 ഈസ് +1. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് not equal to right hand limit. Left hand limit not equal to right hand limit at x equal to 0. Therefore limit x tends to 0 f of x does not exist. Limit x tends to 0 എന്ത് ചെയ്യുന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് x in 0 f of x എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻ. ഇനി മാർച്ച് 2019 അതിന് തൊട്ട് മുമ്പുള്ള വർഷം ചോദിച്ചാൽ നോക്ക് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഒരു ഗ്രാഫ് തന്നിട്ടുള്ളത് ഏത് ഗ്രാഫിന്റെ ഫംഗ്ഷനാണ് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫാണെന്ന് ചോദിച്ചു. ഇപ്പൊ നോക്ക് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫ് അത് ഇത് സൈൻ എക്സിന്റെ ഗ്രാഫ് അല്ലേ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് 0 π/2 1 π/2 0. അപ്പോൾ നമുക്ക് സൈൻ 0 0 സൈൻ π/2 1 ഇത് കണ്ടാൽ അറിയാം നമുക്ക് സൈൻ എക്സിന്റെ ഗ്രാഫാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഒന്നാമത്തെ ആൻസർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. സെക്കൻഡ് പാർട്ട് എന്താണ് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടു. എഫ് ഓഫ് എക്സ് എന്താണ് സൈൻ എക്സ് മൈനസ് എഫ് ഓഫ് π/2 എഫ് ഓഫ് π/2 എന്ന് പറഞ്ഞാൽ സൈൻ π/2 എത്രയാണ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് π/2 ഇതിന്റെ വാല്യൂ കാണണം. ഓക്കെ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് ആണ് സൈൻ എക്സ് മൈനസ് എഫ് ഓഫ് π/2 എന്താണ് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് π/2 എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് π/2 സൈൻ π/2 എത്രയാ 1. അപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് π/2. ഈ തരത്തിലുള്ള ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് π/2 അല്ലേ അതിനൊന്നിച്ച് വേറൊരു വേരിയബിൾ അങ്ങ് കൊടുക്കാം. എക്സ് മൈനസ് π/2 നമുക്ക് y എന്ന് കൊടുക്കാം. എക്സ് മൈനസ് π/2 നമ്മൾ y എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ലിമിറ്റ് മാറും. കാരണം ഇത് കംപ്ലീറ്റ് നമ്മൾ ഇനി എക്സിൽ ഇവിടെ വേരിയബിൾ എക്സ് ആണ് എക്സിനെ മാറ്റി കംപ്ലീറ്റ് വേരിയബിൾ വൈയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ എക്സ് π/2 ആവുമ്പോൾ y എന്തിലേക്കാവും എക്സ് ടെൻസ് ടു π/2 എന്നുള്ളത് വൈയുടെ ലിമിറ്റ് കാണണം. കാരണം ഇവിടെ എക്സ് മൈനസ് π/2 ഡിനോമിനേറ്ററിൽ ഒന്നിച്ച് വേറൊരു വേരിയബിൾ കൊടുക്കുക ചെയ്യുക. എക്സ് മൈനസ് π/2 y എന്ന് കൊടുത്തു. അപ്പൊ കംപ്ലീറ്റ് ഇവിടെ ലിമിറ്റ് ഒക്കെ വൈയുടേതാണ് വരേണ്ടത്. ഇതൊക്കെ ഇവിടെ വേരിയബിൾ എക്സിൽ നിന്ന് മാറി വൈയിലേക്ക്. അപ്പോൾ എക്സ് ടെൻസ് ടു π/2 എന്ന് പറഞ്ഞാൽ വൈയുടെ ലിമിറ്റ് കാണണം. എക്സ് π/2 ആവുമ്പോൾ നമുക്ക് എക്സിന് π/2 എന്ന് കൊടുത്തു നോക്കാം. π/2 എന്ന് കൊടുത്തപ്പോൾ π/2 മൈനസ് π/2 0. അപ്പോൾ y 0 അല്ലേ. അപ്പോൾ എക്സ് π/2 ആവുമ്പോൾ y ടെൻസ് ടു 0 എന്നർത്ഥം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് y ടെൻസ് ടു 0 എന്ന് വരും. സൈൻ എക്സ് മൈനസ് 1 അപ്പോൾ സൈൻ ഓഫ് എക്സ് എന്താണ് എക്സ് മൈനസ് π/2 y ആണെങ്കിൽ എക്സ് ഈക്വൽ ടു π/2 പ്ലസ് y അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു π/2 പ്ലസ് y മൈനസ് π/2 റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തുമ്പോൾ പ്ലസ് π/2 അപ്പോൾ എക്സിന് പകരം π/2 പ്ലസ് y എന്ന് പറഞ്ഞു. ഇതിൽ കംപ്ലീറ്റ് വൈയിലേക്ക് മാറണം നമ്മൾ. π/2 പ്ലസ് y മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് π/2 എന്താണ് y. എക്സ് മൈനസ് π/2 y എക്സ് മൈനസ് π/2 y ആണെങ്കിൽ എക്സ് ഈക്വൽ ടു π/2. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ വൈയുടെ ലിമിറ്റ് കംപ്ലീറ്റ് വേരിയബിൾ വൈയിലേക്ക് മാറി. എന്താ സൈൻ ഓഫ് π/2 പ്ലസ് തീറ്റ. ഇവിടെ സൈൻ ആയതുകൊണ്ട് ഇവിടെ π/2 ആയതുകൊണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ മാറും. സൈൻ എന്നുള്ളത് എന്തായി മാറും കോസ് ആവും. ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ എന്നുള്ളത് കോസ് y എന്നാവും. ഇത് പോസിറ്റീവോ നെഗറ്റീവോ നോക്കാം. ഇവിടെ π/2 ആയതുകൊണ്ട് സൈൻ എന്നുള്ളത് നമ്മൾ ട്രിഗണോമെട്രിയുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. റിഡക്ഷൻ ഫോമിൽ എങ്ങനെയാണ് ഓരോ ക്വാഡ്രന്റിലും സൈൻ മാറി വരുന്നതെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക, എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ സൈൻ π/2 പ്ലസ് y സൈൻ π/2 പ്ലസ് y എന്നാൽ ഇവിടെ π/2 ആയതുകൊണ്ട് സൈൻ എന്നുള്ളത് കോസ് ആവും, കോ ഫംഗ്ഷൻ ആവും. ഇപ്പോൾ കോസ് y എന്നാവും. ഇനി അത് പോസിറ്റീവോ നെഗറ്റീവോ നോക്കുക. π/2 പ്ലസ് y ഏത് ക്വാഡ്രന്റിലാണ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ അത് പ്ലസ് കോസ് y ആണ്. മൈനസ് 1 ഡിവൈഡഡ് ബൈ y ടെൻസ് ടു 0 കോസ് y മൈനസ് 1 ബൈ y.
ഈ കോസ് വൈ മൈനസ് വൈക്ക് വണ്ണിന് കോസ് വൈ മൈനസ് വണ്ണിന് നമുക്ക് ഫോർമുല ഇല്ല, പക്ഷെ 1 മൈനസ് കോസ് എക്സിന് നമുക്ക് ഫോർമുല ഉണ്ട്. എന്താ 1 മൈനസ് കോസ് എക്സ്? 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 1 മൈനസ് കോസ് എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ 1 മൈനസ് കോസ് വൈ ആണെങ്കിൽ എന്ത് എഴുതാം? 1 മൈനസ് കോസ് വൈ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ വൈ ബൈ 2. അപ്പോൾ ഇത് 1 മൈനസ് കോസ് വൈ ആവണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതണം? ലിമിറ്റ് വൈ ടെൻസ് 0 മൈനസ് ഓഫ് 1 മൈനസ് കോസ് വൈ ഡിവൈഡ് ബൈ വൈ. അപ്പോൾ നമുക്ക് -1 മൈനസ് മൈനസ് വൈ മൈനസ് ഓഫ് 1 മൈനസ് കോസ് വൈ ഡിവൈഡ് ബൈ വൈ. ഇപ്പോൾ നമുക്ക് -1 അതിവിടെ അങ്ങനെ തന്നെയുണ്ട്. മൈനസ് മൈനസ് കോസ് വൈ പ്ലസ് കോസ് വൈ. അപ്പോൾ കോസ് വൈ മൈനസ് 1 നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ഓഫ് 1 മൈനസ് കോസ് വൈ. എ മൈനസ് ബി നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ഓഫ് ബി മൈനസ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇത് ലിമിറ്റ് വൈ ടെൻസ് 0 മൈനസ് ഓഫ് 1 മൈനസ് കോസ് വൈ 1 മൈനസ് കോസ് എക്സ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 1 മൈനസ് കോസ് വൈ എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ വൈ ബൈ 2. 2 സൈൻ സ്ക്വയർ വൈ ബൈ 2 ഡിവൈഡഡ് ബൈ വൈ. ഇപ്പോൾ നമുക്കറിയാം സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണ്. ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1. അപ്പോൾ നമുക്കിവിടെ ഒരു സൈൻ മതി. അപ്പോൾ സൈൻ സ്ക്വയർ വൈ ബൈ 2നെ നമ്മൾ എന്ത് ചെയ്യും? സൈൻ വൈ ബൈ 2 ഇൻറ്റു സൈൻ വൈ ബൈ 2 എന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് വൈ ടെൻസ് 0 മൈനസ് 2 ഇൻറ്റു ഇതിന് നമ്മൾ സൈൻ വൈ ബൈ 2 ഇൻറ്റു സൈൻ വൈ ബൈ 2 ഒരു ഡിവൈഡഡ് ബൈ വൈ. അത് നമ്മൾ ബൈ വൈ നമ്മൾ ഇവിടെ എഴുതി. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. അപ്പോൾ സൈൻ വൈ ബൈ 2 ബൈ എന്ത് വരണം? വൈ ബൈ 2 എന്ന് വരണം. സൈൻ തീറ്റ ബൈ തീറ്റ സൈൻ വൈ ബൈ 2 ബൈ വൈ ബൈ 2. സൈൻ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അത് തന്നെ ഇവിടെ വരണം. ഇവിടെ വൈ ബൈ 2 ആക്കണമെങ്കിൽ ഈ 2 നേരെ എടുത്തിട്ട് ഇവിടെ ബൈ 2 എഴുതിയാൽ പോരെ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 2 നേരെ എടുത്തിട്ട് ഇവിടെ വൈ ബൈ 2 എന്ന് എഴുതും. അപ്പോൾ ആ മൈനസ് ഇവിടെയും കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് വൈ ടെൻസ് ടു 0 ഈ 2 നമ്മൾ നേരെ എടുത്ത് ഇങ്ങോട്ട് എഴുതുന്നു. സൈൻ വൈ ബൈ 2 ഡിവൈഡഡ് ബൈ വൈ ബൈ 2 ഇൻറ്റു മൈനസ് ഈ മൈനസ് നമ്മൾ ഇതിന് കൊടുത്തു മൈനസ് സൈൻ വൈ ബൈ 2 ഇൻറ്റു മൈനസ് സൈൻ വൈ ബൈ 2. നമുക്ക് ഈ 2 എടുത്തിട്ട് നമ്മളിവിടെ ബൈ 2 നിർത്തി. ഇവിടെ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? ബൈ വൈ ബൈ 2 പറഞ്ഞാൽ ഇൻറ്റു 2 ബൈ വൈ എന്നല്ലേ. അപ്പോൾ ഈ 2 എടുത്തിട്ട് നമ്മളിവിടെ എടുത്തി. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമിലായിന്? ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ. അപ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് വൈ ബൈ 2 ആണ്. ലിമിറ്റ് വൈ ബൈ 2 ടെൻസ് 0 സൈൻ വൈ ബൈ 2 ബൈ വൈ ബൈ 2. അത് വൈ 0ലേക്ക് ആകുമ്പോൾ വൈ ബൈ 2 0ലേക്ക് ആവും. അപ്പോൾ ഇത് സൈൻ തീറ്റ ബൈ തീറ്റ. സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇതിന് ഡയറക്റ്റ് വൈക്ക് 0 എന്നും കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഇൻറ്റു ഇവിടെ വൈ ടെൻസ് 0 ആണ്. ഇവിടെ വൈക്ക് 0 എന്നും കൊടുക്കാം. മൈനസ് സൈൻ 0 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? 0. 1 ഇൻറ്റു 0 മീൻസ് 0. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചു. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്താണ്? 1 ആണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 ഇത് 2019 ചോദിച്ച ക്വസ്റ്റൻ ആണ് മോഡൽ. ഇപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റൈസ് ടു സംതിങ് ഡിവൈഡ് ബൈ ദ സെയിം സംതിങ്. ഇ റൈസ് ടു എക്സ് ആണ് വരണമെങ്കിൽ താഴെയും എക്സ് തന്നെ വരണം. അപ്പോൾ അവിടെ ഇ റൈസ് ടു 2x ആണ്. അപ്പോൾ താഴെ എന്ത് വരണം? 2x വരണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇ റൈസ് ടു 2x മൈനസ് 1 ബൈ 2x എന്ന് എഴുതി. ഒരു ഇൻറ്റു 2 കൂടെ എഴുതിയാൽ പോരെ. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ 2x എന്ന് എഴുതിയാൽ ന്യൂമറേറ്ററിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 ക്യാൻസൽ ചെയ്താൽ ഈ എക്സ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയപ്പോൾ? ഇതിപ്പോൾ ഏത് ഫോമിലാണ്? ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2x ആണെന്നേ ഉള്ളൂ. എക്സിൻ്റെ സ്ഥാനത്ത് 2xോ 3xോ സൈൻ എക്സോ എന്ത് വന്നാലും അതിൻ്റെ വാല്യൂ ഇത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ലിമിറ്റ് എക്സ് ഇൻ 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഇൻറ്റു 2 ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ ലിമിറ്റ് വാല്യൂ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതാൻ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0ലേക്ക് ആകുമ്പോൾ 2xും 0ലേക്ക് ആവുക ചെയ്യുക. ലിമിറ്റ് 2x ടെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ 2x. ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്താണ്? 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1
എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. നമുക്ക് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇത്തരത്തിലുള്ളതിൽ ആദ്യം നമുക്ക് എക്സ് ഈക്വൽ 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എക്സ് ഈക്വൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 സ്ക്വയർ 1 1 മൈനസ് 1 0. ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 3 പ്ലസ് 2 1 മൈനസ് 3 മൈനസ് 2 മൈനസ് 2 പ്ലസ് 2 0. അപ്പോൾ 0/0 ഫോമിലാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 1 എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് കൂട്ടിയാൽ മൈനസ് 3 ഗുണിച്ചാൽ പ്ലസ് 2 കിട്ടുന്ന രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കാം. കൂട്ടിയാൽ എന്ത് കിട്ടണം? മൈനസ് 3 കിട്ടണം, ഗുണിച്ചാൽ പ്ലസ് 2 കിട്ടണം. ഏതൊക്കെയാ സംഖ്യകൾ? ഗുണിച്ചാൽ പ്ലസ് 2 കൂട്ടിയാൽ മൈനസ് 3 കിട്ടുന്ന സംഖ്യകൾ മൈനസ് 1 മൈനസ് 2 അല്ലേ? അങ്ങനെയുള്ള സംഖ്യകൾ മൈനസ് 1 മൈനസ് 2 ആണ്. മൈനസ് 1 മൈനസ് 2 കൂട്ടിയാൽ മൈനസ് 3, മൈനസ് 1 മൈനസ് 2 ഗുണിച്ചാൽ പ്ലസ് 2. അപ്പൊ മൈനസ് 1 മൈനസ് 2 ആണ് സംഖ്യകൾ. അപ്പൊ അതിനെ ഫാക്ടറൈസ് എങ്ങനെയാണ്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. മൈനസ് 1 മൈനസ് 2 ആണ് സംഖ്യകൾ. അതിന്റെ കൂടെ എക്സ് അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് മൈനസ് 1 ഇവിടെ ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് 1 ഉണ്ട്. ആ രണ്ട് എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്തു. ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ബാക്കി എന്തേ ഉള്ളൂ? എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 2. ഇനി ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിന് 1 എന്ന് കൊടുത്തു നോക്കുക. എക്സിന് 1 എന്ന് കൊടുത്ത് ന്യൂമറേറ്റർ 0 ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഡിനോമിനേറ്റർ 0 ആവരുത്. ഇപ്പൊ ഡിനോമിനേറ്ററിൽ കൊടുത്തു നോക്കുക. എക്സിന് 1 എന്ന് 1 മൈനസ് 2 മൈനസ് 1 0 അല്ല. അപ്പൊ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാം. ഡിനോമിനേറ്റർ 0 അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റും കൊടുക്കാം. ഇപ്പൊ ഇവിടെ എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 അല്ല. അപ്പോൾ ഡയറക്റ്റ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ എക്സിന് 1 എന്ന് കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2. ഇപ്പോൾ 1 പ്ലസ് 1 എന്നാൽ 2 ഡിവൈഡ് ബൈ 1 മൈനസ് 2 പറഞ്ഞാൽ മൈനസ് 1. 2 ബൈ മൈനസ് 1 എന്നാൽ മൈനസ് 2. ഇത് മോഡൽ 2019 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും ആ ലിമിറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് 2020-ലും 2019-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. നമ്മൾ ഇന്ന് തൽക്കാലം ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ്സിൻ്റെ കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഐഡിയയും കൂടെ പറയാം. ഈ ചാനൽ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.